കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുന്നതിന് 1 ലക്ഷം ബോട്ടുകളിൽ സാറ്റലൈറ്റ് സഹായത്തോടെ ട്രാൻസ്പോണ്ടർ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ നിർമ്മിച്ച പുതിയ സ്ലീപ്പ് വേ ക്രാഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FSI ഡയറക്ടർ ജനറൽ ഡോക്ടർ KR ശ്രീനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് മന്ത്രാലയം ISROയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ നിർമ്മിച്ച പുതിയ സ്ലിപ്പ് വേ ക്രാഡിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സാറ്റലൈറ്റ് സഹായത്തോടെ ട്രാൻസ്പോണ്ടർ വഴി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം സാധ്യമാക്കുന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ 1 ലക്ഷം ബോട്ടുകളിൽ നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ISROയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ ഇതിനകം 36,000-ലധികം ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടർ സ്ഥാപിച്ചു. മത്സ്യലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതുവഴി ലഭ്യമാക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ IT മേഖല കഴിഞ്ഞാൽ ഏറ്റവും വളർച്ചയുള്ള ഫിഷറീസ് മേഖലയിൽ 9% ഉൽപാദനമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. FSI ഡയറക്ടർ ജനറൽ ഡോക്ടർ KR ശ്രീനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആഴക്കടൽ യാനങ്ങളുടെ നവീകരണത്തിന് സ്ലിപ്പ് വേ ക്രാഡിൽ സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വിഫ്റ്റ് ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ, കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആഷിഖ് മെഹ്റോത്ര, FSI സോണൽ ഡയറക്ടർ ഡോക്ടർ സിജോ P വർഗീസ്, എഞ്ചിനീയറിംഗ് വിഭാഗം ഡയറക്ടർ ധരംബീർ സിംഗ് എന്നിവർ പ്രസംഗിച്ചു. രാജ്യത്ത് സർക്കാർ ഉടമസ്ഥതയിൽ സ്ഥാപിക്കപ്പെടുന്ന ഏറ്റവും ശേഷിയുള്ള കപ്പൽ ക്രാഡിൽ സംവിധാനമാണിത്. 250 ടൺ ശേഷിയുള്ള പുതിയ സ്ലിപ്പ് വേ പ്രവർത്തന സജ്ജമാകുന്നതോടെ മത്സ്യബന്ധന ബോട്ടുകളുടെയും ഗവേഷണ കപ്പലുകളുടെയും മറ്റും ഡോക്കിംഗ്, അറ്റകുറ്റപ്പണി, പരിപാലനം എന്നിവ സുഗമമാകും. ഇലക്ട്രിക് വിഞ്ച് സംവിധാനവുമായി ചേർന്നാണ് ക്രാഡിൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.